നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ആക്ച്വലി ഇന്നലെ ഞാൻ പറയാൻ വിട്ടുപോയി. ഫ്രൈഡേ നമ്മുടെ ഫുൾ മൂൺ, ന്യൂ മൂൺ ആയിരുന്നു, അമാവാസിയായിരുന്നു അല്ലേ. ഞാനത് ഇന്നലെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. എനിക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല. സാറില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അമാവാസി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് എല്ലാവരും അപ്പ് ആൻഡ് ഡൗൺ എനർജീസ് ആവാറുണ്ട് യൂഷ്വലി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇഫക്റ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണിനും അത് ഇഫക്റ്റ് ചെയ്തോ, നിങ്ങളുടെ വ്യക്തിക്കും അത് ഇഫക്റ്റ് ഉണ്ടായോ? ഓക്കെ, ഈ ന്യൂ മൂണിൻ്റെ അമാവാസിയുടെ എഫക്റ്റ് നിങ്ങളുടെ പേഴ്സണിൻ്റെ മേലെ എങ്ങനെയാണ്, എന്താണ്? അവർ നിങ്ങളെ മിസ് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങളെ ഓർത്തോ, അല്ലെങ്കിൽ നിങ്ങളോടത്ത് എന്താണ് അവർക്ക് ഫീൽ ചെയ്ത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അമാവാസിയുടെ ന്യൂ മൂണിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ പേഴ്സണിൻ്റെ മേലെ എന്തായിരുന്നു നോക്കാം നമുക്ക്. ഓക്കെ, ഇന്നലെ അല്ലേ, നമുക്ക് ന്യൂ മൂൺ എഫക്റ്റ് നോക്കാം ആക്ച്വലി. ആൻഡ് അവർ ന്യൂ മൂൺ എഫക്റ്റ് നോക്കാം, ആൻഡ് അവരുടെ നെക്സ്റ്റ് എന്തായിരിക്കും റിലേഷൻഷിപ്പിൽ എന്താണ് കാണുന്നതെന്ന് നമുക്ക് ലേശം നോക്കാം. ഇതിന് മുന്നോട്ട് എന്തായിരിക്കും നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇന്നലെ ഓർത്തോ, മിസ് ചെയ്തോ, അവർക്ക് എന്തായിരുന്നു ന്യൂ മൂൺ എനർജി അവരെ എങ്ങനെയാണ് ബാധിച്ചത്? 2 of Wands, Page of Wands, Wheel of Fortune, 2 of Swords, Emperor, 8 of Pentacles, Temperance, Four of Pentacles, King of Cups. Wow, okay, nice. And ഇവിടെ ഫുൾ കാർഡ് ഉണ്ട്, 9 of Cups ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് എന്തെങ്കിലും റീസെൻ്റ്ലി ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പോൾ ഇന്നലെ തന്നെ ആവണമെന്നില്ല, ന്യൂ മൂണിൻ്റെ ദിവസം ചിലവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ കോൺഫ്ലിക്ട്സ്, ഈ ന്യൂ മൂണിൻ്റെ എനർജി കുറച്ച് ദിവസം മുമ്പേ തുടങ്ങുമല്ലോ. അപ്പോൾ ഇനി നിങ്ങൾ തമ്മിൽ വല്ല കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ. പക്ഷേ ഓക്കെ, ഇവിടെ പോസിറ്റീവാണ് കാണുന്നത്, പറയാം. ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂഷൻ. ഇന്നലെ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ മെസ്സേജ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടായിട്ടുണ്ട്, അവരുടെ മനസ്സിൽ വന്നു. അതായത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണോ, സംസാരിക്കണം എന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഐ തിങ്ക് അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് വേണോ, മെസ്സേജ് ചെയ്യണോ വേണ്ടേ എന്ന് പറഞ്ഞ് ഒരു ചിന്തയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. 2 വഴിയുടെ കാര്യമൊക്കെയാണ്, യെസ്. പക്ഷെ ഇന്നത്തെ ഈ ഒരു കാര്യം എനിക്ക് പേജ് ഓഫ് വാൺസും കൂടെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, ചിലവർ ചെയ്തിട്ടുണ്ടാവാം മെസ്സേജ്. ഓക്കെ, ചിലവർ വേണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ പെട്ട് നിന്നിട്ടുണ്ട്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ സമയത്തിൻ്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അഗെയിൻ ഇവിടെ 2 of Swords ഉണ്ട്. അഗെയിൻ നമ്മുടെ ഒരു ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ടാണ്. 2 കാര്യത്തിൻ്റെ ഡിസിഷൻ, തീരുമാനം എന്ന രീതിക്കാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സണിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിനെ ഇനി മുന്നോട്ട് ഏത് വഴിക്കാണ് കൊണ്ടുപോകേണ്ടത്. അതായത് ഇതിനെ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം പറയാറുണ്ട്, ഏത് വഴിക്കും തിരിയാം. ഈ ഒരു തീരുമാനത്തിനനുസരിച്ച് ഏത് വഴിക്കും തിരിയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു വഴിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കും. വേറെ വഴിക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച്, അതായത് ഇപ്പോൾ നമ്മൾ മെസ്സേജ് ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ വേണ്ടാന്ന് തീരുമാനിച്ചു, 2-1. ഓക്കെ, അപ്പോൾ ഇത് അവരുടെ മനസ്സനുസരിച്ചിട്ടാണ് ഇന്ന് കിടക്കുന്നത് സത്യം പറഞ്ഞാൽ. ഓക്കെ, ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് നമുക്ക് എനർജീസ് പറയാം. ജസ്റ്റ് ഞാൻ ഇന്നലത്തെ എന്ന് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, ന്യൂ മൂൺ ദിവസം എന്നല്ലെങ്കിൽ അതിൻ്റെ വരുന്ന ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കൺഫ്യൂഷനാണ് മെയിൻ ഇവിടെ ഇഷ്യൂ. ഓക്കെ, അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ട്, സംസാരിക്കണമെന്നുണ്ട്, റിലേഷൻഷിപ്പ് വേണമെന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ 2 കാര്യങ്ങൾ, അതായത് വേണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ട്. ഓക്കെ, അത് കയറി നിന്നിട്ട് അവർക്ക് മെസ്സേജ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഐ തിങ്ക് ചിലവർ ചെയ്തിട്ടുണ്ടാവാം, ചിലവർ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇനിയും ഈ വരുന്ന കുറച്ച് ദിവസത്തിൽ നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം. ആൻഡ് ഇവിടെ എംപറർ കാർഡാണ്. എംപറർ കാർഡ് പക്ഷേ ഞാൻ ഈ ഡെക്കിൽ എപ്പോഴും പറയാറുണ്ട്, ഇതിലെ എംപറർ എല്ലാം പോയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇതിലെ എംപറർ നമ്മൾ സാധാരണ പറയുന്നത് ഈഗോ ഉള്ള വ്യക്തിയാണ്, വളരെ സ്ട്രോങ് ആണ്, എല്ലാവരെയും നോക്കുന്ന. പക്ഷേ ഈ കാർഡ് ഈ ഡെക്കിൽ മാത്രമാണ് ഞാൻ ഈ റെപ്രസെൻറ്റേഷൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിത് പ്രത്യേകം ആ രീതിക്ക് തന്നെ ഞാൻ എടുക്കുള്ളൂ എപ്പോഴും. കാരണം എംപറർ സാധാ ഡെക്കുമായിട്ട് എനിക്കിത് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ അവർ വളരെ ക്ലിയർ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട, രാജ്യം നഷ്ടപ്പെട്ട, എല്ലാം പണം, പദവി, പ്രതാപം എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഇതിൽ കാണാം. അതായത് ഈഗോ എന്ന് പറയാൻ നമുക്ക്
ഈഗോ നഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ ഡെക്കിൽ മാത്രമാണത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഡെക്ക് യൂസ് ചെയ്യാൻ വലിയ ഇഷ്ടം. സത്യം പറഞ്ഞാൽ ചില പിക്ചേഴ്സ് കാണുമ്പോൾ ഇതിലെ കാര്യങ്ങൾ വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യത്യാസമാണ് പറയുമ്പോൾ. അപ്പോൾ ഈ ഡെക്ക് പ്രകാരം എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ ഇന്നുമായിട്ട് അവർക്ക് എന്തൊക്കെയോ നഷ്ടം വന്നിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ അവർ ഫാമിലിയുടെ മുമ്പിൽ അവർ ഒരു വില പോയി എന്ന് പറയാം, മറ്റുള്ളവരുടെ മുമ്പിൽ വില പോയി എന്ന് പറയാം, അവരുടെ ഈഗോ തന്നെ ഇടിഞ്ഞു കിടക്കുന്ന ഒരു അവസരം എന്ന് പറയാം. ഓക്കെ, എന്തെങ്കിലും അവസ്ഥകൾ വന്നിട്ടുണ്ടാവാം. അത് ചിലവർക്ക് വർക്ക് റിലേറ്റഡ് ആയിരിക്കാം. ഓക്കെ, വർക്ക് റിലേറ്റഡ് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ വിചാരിച്ച പോലെ നടന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ ലൈഫിൽ എന്ന രീതിയിലൊക്കെ പറയാം. അവർക്ക് പലതരത്തിലും പല നഷ്ടം ആ രീതിക്ക് അവർക്ക് വന്നതായിട്ട്, ഈവൻ അവർ ഈഗോ പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ് എപ്പോഴും. ഇത് അവർ ക്രൗണില്ല, എനിക്ക് ജ്വല്ലറി ഇല്ല, അവർ വീട് എല്ലാവരും നിൽക്കുന്ന ഫാമിലിയൊക്കെ നോക്കിക്കോളൂ, ആർക്കും ഒന്നും ഇല്ലാതെയൊക്കെയാണ് നിൽക്കുന്നത്. സോ അവർ ആരോ സമാധാനിപ്പിക്കുന്നുണ്ട്, ആ സമാധാനിപ്പിക്കുന്നത് നിങ്ങളായിട്ട് എടുക്കാം നമുക്ക് ആക്ച്വലി. ഓക്കെ, ബാക്കി ശരിക്കും പറഞ്ഞാൽ അവരുടെ കയ്യിലെല്ലാം എന്തൊക്കെയോ നഷ്ടങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ദിവസം എന്നല്ല, ഈ അടുത്തായിട്ട് തന്നെ അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ലോസസ് വരുന്നുണ്ടാവാം, എന്തെങ്കിലും ലോസ് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. വീൽ ഓഫ് ഫോർച്യൂണും നമ്മൾ പറയുമ്പോൾ ഒരു തരത്തിൽ കർമ്മ എന്ന് പറയും അല്ലേ, കർമ്മ ഫേസ് ചെയ്യുക എന്ന രീതിയിൽ. ഓക്കെ, അങ്ങനെയും പറയാം. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ട്, നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവർ കൺഫ്യൂസ്ഡ് ആണ്. മേ ബി ഈ സിറ്റുവേഷൻ കാരണമായിരിക്കാം അവർക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവാം. നഷ്ടം എന്ന് പറയുമ്പോൾ അത് ശരിക്കും നമ്മൾ പൈസ പോയി അല്ലെങ്കിൽ കരിയർ പോയി അങ്ങനെ വിചാരിക്കേണ്ട. എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ, എന്തെങ്കിലും അവരുടെ ലൈഫിലെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, ടെൻഷൻസ്, അസുഖത്തിൻ്റെ ആയാലും അല്ല ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായാലും എന്തു തന്നെ ആയാലും ശരി. ഓക്കെ, ജോലി പോയി എന്നല്ല, ജോലിയിലെ ടെൻഷൻ അങ്ങനെയും പറയാം നമുക്ക് സിമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ. എല്ലാവർക്കും ഒരുപോലെ ഇരിക്കില്ലല്ലോ. ചിലവർക്ക് ജോലിയുടെ ടെൻഷനായിരിക്കാം, ഫാമിലിയുടെ ടെൻഷനായിരിക്കാം, പൈസയുടെ ടെൻഷനായിരിക്കാം. ചിലവർക്ക് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ അവരെ ആരെങ്കിലും എന്തെങ്കിലും വേദനിപ്പിച്ച ചില ഹർട്ടാവുമ്പോൾ നമ്മുടെ ഈഗോ അടക്കം പോകും. ചിലവർ സത്യങ്ങൾ അവരെ മുമ്പിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ഈഗോ അടക്കം ചിലപ്പോൾ നഷ്ടപ്പെടും അല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും കൺഫ്യൂഷൻ നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെ വരുന്നത്. നിങ്ങളുമായിട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമായിട്ടും കോൺഫ്ലിക്ട്സ് നടന്നിട്ടുണ്ടാവാം. നമ്മൾ ഇത് പറയുമ്പോൾ മേ ബി ആക്ച്വലി ഇതും ശരിയാണ്. ഇതും പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് അപമാനിക്കപ്പെട്ടു എന്ന രീതിയിൽ അല്ലേ. ഇതിലും നോക്കൂ, അവർ ഒരു അപമാനത്തിൻ്റെ ഒരു വിഷമത്തിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ എവിടെയോ അപമാനം വന്നിട്ടുണ്ടാവാം, അവർക്ക് അപകീർത്തി കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം, അവരെ പറ്റി ആരെങ്കിലും കുറ്റപ്പെടുത്തൽ ചെയ്തിട്ടുണ്ടാവാം. എന്താ പറയുക, നമ്മുടെ അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട. നമ്മൾ പറയില്ല റെസ്പെക്റ്റ് പോയി മറ്റുള്ളവരെ മുമ്പിൽ എന്ന് പറയാം. ഓക്കെ, അങ്ങനത്തെ ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടന്നായിട്ട് കാണുന്നുണ്ട്. ഓൾറെഡി കുറച്ച് ദിവസമായിട്ട് ഇതൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ന്യൂ മൂൺ സമയത്ത് അവർ കൂടുതൽ ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടാവാം, അവരും വിഷമത്തിലായിരിക്കാം ഇരിക്കുന്നത്. ഓക്കെ, അവർ ഹാർഡ് വർക്ക് എഫേർട്ട് ഇടാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കണം എന്നവർക്കുണ്ട്, ഈ സിറ്റുവേഷൻ ബെറ്റർ ആക്കണം, ഇതിൽ എഫേർട്ട് ഇടണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അവർ ഇതും ബാലൻസിൻ്റെ കാര്യമാണ്. ഇതും അവർക്ക് ബാലൻസ് ചെയ്യണം, അവരുടെ ലൈഫ് നിങ്ങളുമായിട്ട് ബാലൻസ് ചെയ്യണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, പക്ഷെ അഗൈൻ ഹോൾഡ് ബാക്ക് ചെയ്യുന്നതായിട്ടാണ്. 4 ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് എല്ലാം ഇങ്ങനെ അടക്കി വെച്ച് ഇരിക്കുക. അതായത് കയ്യിലുണ്ട് ചില കാര്യങ്ങളൊക്കെ, പക്ഷെ അതിനെ ഇങ്ങനെ പിടിച്ചു വെച്ച് മാത്രമേ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല, ആക്ഷൻ എടുക്കുന്നില്ല. ഓക്കെ, കയ്യിലുള്ളത് നഷ്ടപ്പെടാതെ ഇപ്പോൾ ശ്രമിക്കുന്ന ഒരു സമയമായിരിക്കാം, അങ്ങനെയായിരിക്കാം. പക്ഷേ ഓക്കെ, ഒരു കാര്യം മാത്രം ഇവിടെ ഫൈനലി വളരെ നല്ല കാര്യം വന്നിട്ടുള്ളത്, ഫീലിങ്സ് വൈസ് അവർ നിങ്ങളെ മിസ് ചെയ്തു എന്ന് തന്നെയാണ്. ഓക്കെ, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും അവർ ആ റൊമാൻറ്റിക് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൂഡ് അങ്ങനെ ആയിരിക്കില്ല, വിഷമങ്ങളും കാര്യങ്ങളും സ്ട്രെസ്സും ആയിരിക്കാം. സോ അതുകൊണ്ട് റൊമാൻറ്റിക് എന്ന് പറയുന്നില്ല, സ്നേഹത്തോടെ. ഓക്കെ, സ്നേഹത്തോടെ നിങ്ങളെ ഓർത്തു എന്ന് പറയാം. ആക്ച്വലി ഇതും കാണുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, അവരെ സമാധാനിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം. ഓക്കെ, ആ സമാധാനം കൊടുക്കുന്നത് നിങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ വളരെ സ്നേഹത്തോടെ അവർ ഓർത്തു എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നോർത്തത് താജ്മഹൽ നോക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മുംതാസിനെ ഓർക്കുന്നു എന്നല്ലേ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കോളൂ കേട്ടോ, ഷാജഹാൻ മുംതാസൊക്കെ മാറ്റിക്കോളൂ. ഓക്കെ, സോ നിങ്ങളെ ഓർത്തിരിക്കുന്നു എന്ന് പറയാം. ഓക്കെ, അവർക്ക് ഒരു സമാധാനം, ഒരു ആശ്വാസം, ഈ ടെൻഷനിലെല്ലാം ഒരാശ്വാസം കിട്ടുന്നത് നിങ്ങളായിരിക്കാം, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇന്നലെയും ഈ ഒരു ന്യൂ മൂൺ എനർജിയിൽ കാണുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം എന്ന് അവർക്ക് ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ലൈഫിനെ ഒന്ന് മാറ്റിയെടുത്ത് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് ആഗ്രഹം. ആൻഡ് 9 ഓഫ് കപ്സ് നമ്മൾ വിഷിൻ്റെ കാര്യമാണ് പറയുക, ആഗ്രഹം അല്ലേ, ആഗ്രഹം ഉണ്ട് എന്ന രീതിയിലാണ്. ഓക്കെ, പക്ഷെ അവർക്ക് എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവർ ഫാമിലി സ്റ്റേബിൾ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു ഫാമിലി സ്റ്റേബിൾ ആയിട്ട് വേണമെന്ന് ആഗ്രഹമുണ്ട്.
ആഗ്രഹമുണ്ട് അവർക്ക്. 9 of Cups വരുമ്പോൾ നമ്മൾ വിഷ് ആണ് പറയാം. ഓക്കെ, വിഷ് അവർക്ക് അവരുടെ ഒരു ആഗ്രഹം നിങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങളോടാണ് ഫീലിങ്സ് കാണുന്നത്. എന്ത് തന്നെ സിറ്റുവേഷൻ നടക്കുന്നുണ്ടെങ്കിലും മീൻസ് അവർ കോൺടാക്ട് ചെയ്യാൻ ചിലപ്പോൾ മടിക്കുമായിരിക്കും. ഓക്കെ, കാരണം അവർക്ക് മേ ബി അവരെല്ലാം നഷ്ടപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒരു സമയമൊക്കെ ആണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ വരിക, എങ്ങനെ എന്താ പറയുക എന്ന് ആലോചിക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ഒരു ഈഗോ, അവർക്കൊരു എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ വളരെ ഈഗോ ഒക്കെ കാണിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചിലത് നഷ്ടപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ എങ്ങനെ വരും എന്ന് തോന്നുന്നുണ്ടാവും. സോറി. ഒരു കാർഡ് കൂടി എടുത്ത് നമുക്ക് ഫൈനൽ. ഓക്കെ, ജസ്റ്റിസ്. കർമ്മ ജസ്റ്റിസ് അല്ലേ? വാവ്, എവിടെയോ അവർക്കൊരു കർമ്മ കിട്ടുകയാണ്. എനിക്ക് പറയുമ്പോൾ അത് ശരിക്കൊരു വിഷമം ഫീൽ ചെയ്തു വല്ലാതെ. നമുക്കൊരാളുടെയും വിഷമം എനിക്ക് കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നില്ല അല്ലേ? അങ്ങനെ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം എന്തെങ്കിലും അവർ സിറ്റുവേഷൻ, ഞാൻ പറഞ്ഞു കർമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞു, അവരങ്ങനെ ഒരു കാര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ലൈഫിൽ ചില പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതെവിടെയോ അവർ നിങ്ങളെ വിട്ടുപോയതിൻ്റെ ഒരു കർമ്മഫലമാണെന്ന് പറയാം. നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ, നിങ്ങളെ റെസ്പെക്റ്റ് തരാത്തതിൻ്റെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കാത്തതിൻ്റെ എല്ലാം ഒരു കർമ്മഫലമാണ് അവർ അനുഭവിക്കുന്നത്. 8 of Cups വാക്കിംഗ് അവേ ആണ് നമ്മൾ പറയാറുണ്ട്. ആൻഡ് 2 of Cups ആണ്. 2 of Cups നമ്മുടെ സോൾമേറ്റ് കാർഡാണ്. ഓക്കെ, സ്നേഹത്തിൻ്റെ കാർഡാണ്. നമ്മൾ പരസ്പരം ഈക്വലായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെയാണ്. സ്നേഹം പരസ്പരം കൊടുക്കുന്ന കാർഡാണ്. അപ്പോൾ ആ സ്നേഹം, നിങ്ങളുടെ ആ ഒരു പവിത്രമായ ഒരു സ്നേഹം എന്നൊക്കെ പറയാം, കാരണം കൃഷ്ണൻ്റെ അതാണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ പറയുന്ന ആ പവിത്രമായ ഒരു സ്നേഹം നിങ്ങളുടെ മനസ്സിലാക്കാതെ അവർ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കർമ്മഫലം അവർ അനുഭവിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുമായിരിക്കാം. ഈ ന്യൂ മൂണും ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ശരിക്കും ആ എന്താ പറയുക, അത് അഫക്റ്റ് ചെയ്യും, ചില കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യും അല്ലേ? സോ കർമ്മയുടെ ഒരു ഫലം അനുഭവിക്കും. ജസ്റ്റിസ്, നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുകയാണെന്ന് ഞാൻ പറയുന്നില്ല, അവർ അനുഭവിക്കുകയാണ്, അവർ ആ കർമ്മ അനുഭവിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, സോ മേ ബി കോൺടാക്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക എന്താണ് സംഭവം എന്ന്. ഫീൽ ചെയ്യുന്നുണ്ട്, അവരുടെ ഫീലിങ്സ് ഒക്കെ അവർക്ക് വളരെ സ്ട്രോങ് ആണ്. അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് പുതിയ തുടക്കം വേണം എന്നൊക്കെ അവർ ശ്രമിക്കും. ഓക്കെ, പക്ഷെ അവർ ഈ അനുഭവിക്കാനുള്ള ഒരു സമയം എത്തിയും കടന്നു പോകാനുണ്ട് അവർ. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അവരത് ഓർക്കും എന്ന് പറയാം. നിങ്ങളോട് ചെയ്ത തെറ്റുകൾ അവർ ഓർക്കും എന്ന് നമുക്ക് പറയാം കേട്ടോ, അങ്ങനെയൊക്കെ പറയാം. ജസ്റ്റിസ് അല്ലേ? ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് നിങ്ങൾ മുന്നോട്ട് ഇതിലെ റിലേഷൻഷിപ്പിൽ എന്താണ്? തിങ്കർ, നോട്ട് ഫോർ യു, റൗണ്ട് ആൻഡ് റൗണ്ട് സൈക്കിൾസിൻ്റെ കാര്യം, ന്യൂ ലൈഫ്, മെൻഡിങ്, ഇമാജിൻ, ട്രൂത്ത് ബി ടോൾഡ്. ഓക്കെ, ക്രിയേറ്റ് ഉണ്ട് ഇവിടെ, ഗോ ദ ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അവർ സിറ്റുവേഷനെ കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ. എന്താണ് ചെയ്യേണ്ടത് ഇതിന് മുന്നോട്ട് എന്ന രീതിയിൽ ഐ തിങ്ക് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ തിങ്കർ എന്ന് പറയുമ്പോൾ ഐ തിങ്ക് നിങ്ങളോട് പറയുന്നത്, ഇത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതായിട്ട് എടുക്കാം. നിങ്ങൾ ഒരുപാട് കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, എല്ലാം ബെറ്റർ ആയിട്ട് വരും എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കാം. ഓക്കെ, എന്ന് നമുക്ക് അങ്ങനെ കണക്കാക്കാം. നിങ്ങളോട് പറയുന്ന യൂണിവേഴ്സ് പറയുന്ന ഒരുപാട് ചിന്തിക്കേണ്ട. ഓക്കെ, കാര്യങ്ങളെ വിട്ടേക്കാം. ആൻഡ് നോട്ട് ഫോർ യു എന്ന് പറയുന്നുണ്ട്. ചിലവർക്ക് ഈ സിറ്റുവേഷൻ നിന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് അതിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചിലവർക്ക്. ഓക്കെ, എല്ലാവർക്കും അല്ല, ചിലവർക്ക്. റൗണ്ട് ആൻഡ് റൗണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിൽ സൈക്കിൾസ് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ഇതേ സൈക്കിൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ബ്രേക്ക് ചെയ്യാൻ, സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ. അതായത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ റിലേഷൻഷിപ്സിൽ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് നിങ്ങൾ ആ പേഴ്സണിനെ കെയറൊക്കെ കൊടുക്കും. അവർ കുറച്ച് ദിവസം വന്നിട്ട് നല്ല രീതിയിലൊക്കെ സംസാരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അവരെ കാണാതെയാവും, അവർ മാറിപ്പോവും, മാറി നിൽക്കും, അങ്ങനെയൊക്കെ ചെയ്യും. വീണ്ടും നിങ്ങൾ അവരെ പിന്നാലെ ചേസ് ചെയ്ത് പോകും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർ പിന്നെ നിങ്ങളൊന്ന് ഗിവ് അപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ വീണ്ടും തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ചില സൈക്കിൾസ് അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ സ്ട്രോങ് ആയിട്ട് ചില ഡിസിഷൻ ഐ തിങ്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ആവശ്യം. സ്ട്രോങ് ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ആവശ്യം. ഓക്കെ, ന്യൂ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ന്യൂ ലൈഫ് നിങ്ങളുമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഈവൻ നിങ്ങളുമായിട്ടും ആയിരിക്കാം. ഓക്കെ, നിങ്ങളുമായിട്ട് മെൻഡ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം എന്ന് അവർക്കുണ്ട്. പക്ഷേ ഈ സൈക്കിൾസ് ഇങ്ങനെ ഇനി റിപ്പീറ്റ് ആവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, അങ്ങനെ പേഴ്സൺ തോന്നുമ്പോൾ വരുന്നു, പിന്നെയും പോകുന്നു, അകന്നു പോകുന്നു പറയുമ്പോൾ നിങ്ങൾ ചേസ് ചെയ്യാൻ പോകാതിരിക്കുക. ആദ്യത്തെ കാര്യം, നിങ്ങൾ അവിടെ ചേസ് ചെയ്യാൻ പോകാതിരിക്കുക, നിങ്ങൾ നിർത്താം. ഒരിക്കലും ആ പേഴ്സൻ്റെ പിന്നാലെ നിങ്ങൾ പോകണ്ട. ഒരിക്കലും അവർ നിങ്ങളുടെ അടുത്ത് ബ്ലോക്ക് ചെയ്തു അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവർ സംസാരിക്കാതെ ആയി എന്ന് പറഞ്ഞാൽ ഉടനെ ആ മൊമെന്റ് തൊട്ട് നിങ്ങൾ അവരെ പിന്നാലെ പോകരുത്.
നിങ്ങൾ അവരെ പിന്നാലെ പോവാതിരിക്കുക. അവർ വരുമ്പോൾ വന്നോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക. ഓക്കെ, ഇമാജിൻ ആക്ച്വലി നിങ്ങൾക്ക് എങ്ങനെയാണോ റിലേഷൻഷിപ്പ് വേണ്ടത് അത് നിങ്ങൾ ആലോചിക്കുക. അതിപ്പോൾ ഈ പേഴ്സൺ തന്നെ ആവണം എന്ന് വാശി പിടിക്കാതിരിക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾക്ക് സമാധാനം, നമുക്ക് വേണ്ട എന്താണ് സമാധാനം അല്ലേ? മെയിനായിട്ട് അതാണ് വേണ്ടത്. നമുക്കൊരു റിലേഷൻഷിപ്പിൽ ഒരു ട്രസ്റ്റ് വെച്ച് നിൽക്കാൻ പറ്റുക, ആ പേഴ്സൺ നമുക്ക് വേണ്ടി എപ്പോഴും ഉണ്ടാവും എന്നൊരു ട്രസ്റ്റ് വെക്കാൻ പറ്റുക. ഓക്കെ, അങ്ങനെ എങ്ങനത്തെ ലൈഫാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തീരുമാനിക്കൂ. ഓക്കെ, അതുപോലെ നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. ഓക്കെ, പക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ അവർ നെഗറ്റീവായിട്ട് ട്രീറ്റ് ചെയ്താൽ പോലും നിങ്ങൾ അതിൽ സഹിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എവിടേക്കോ നിങ്ങളുടെ തെറ്റുമുണ്ട് അല്ലേ? ട്രൂത്ത് ബി ടോൾഡ്, ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കാണുന്നുണ്ട്. മേ ബി ഇതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണിന് പലതും നഷ്ടം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സാധ്യതയാണ്. കോ ക്രിയേറ്റ് പറയുന്നുണ്ട്, ഗോ ദ ഡിസ്റ്റൻസും ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ മുന്നോട്ട് ഇത് പോകുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും. പക്ഷേ എന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മുടെ കാർഡിൽ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ പിന്നാലെ പോവാതിരിക്കാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഒരു സ്റ്റാൻഡിൽ നിങ്ങൾ നിൽക്കുക, നിങ്ങളുടെ പവറിൽ നിങ്ങൾ നിൽക്കുക. ഞാൻ എപ്പോഴും പറയുന്ന വാക്കാണിത്, നിങ്ങൾ നിങ്ങളുടെ പവറിൽ നിൽക്കുക. അത് വിട്ട് കളഞ്ഞ ഒരാളുടെയും മുമ്പിൽ നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്ട് വിട്ടിട്ട് ഒരാളുടെയും പിന്നാലെ പോവാതിരിക്കുക. ഓക്കെ, അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തു അല്ലെങ്കിൽ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങളവിടെ നിർത്തിയേക്കണം. ഒരു തവണ മാക്സിമം പറയാം, അതിനപ്പുറം പറയാൻ പോകരുത്. ഓക്കെ, പിന്നെ അവർ വരുവാണെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞ് വിടണം. അതാണ് സെൽഫ് റെസ്പെക്ട്. ഓക്കെ, സോ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണലി എഫക്ട് ചെയ്തിട്ടുണ്ട് ന്യൂ മൂൺ എന്തായാലും. അപ്പോൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനൊക്കെ വന്നില്ലെങ്കിൽ മനസ്സിലാക്കുക ദറ്റ് അവരുടെ ലൈഫിൽ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, സോ വെയിറ്റ് ചെയ്യാം. തൽക്കാലം നോക്കൂ, നിങ്ങൾ സൈക്കിൾസ് റിപ്പീറ്റ് ആവാതെ നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങളുടെ ഭാഗത്താണത്. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.